ലക്ഷ്മൺപൂർ ബാത്തയിലെ ഈ മണ്ണിന് ഇപ്പോഴും ചോരയുടെ മണമാണുള്ളത്. ശിവഭജൻ രവിദാസ് മുതൽ 58 പേരുടെ ചോരയുടെ മണം. 1997 ഡിസംബർ 1 രാത്രി അക്രമികൾ പുഴ കടന്നെത്തി. ഒച്ച പുറത്തു വരാതിരിക്കാൻ കഴുത്തറുത്ത് ആദ്യ കശാപ്പുകൾ. ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഒടുവിൽ നായാട്ട്. പണിക്കൂലി 3 ഇടങ്ങഴിയിൽ നിന്ന് 5 ഇടങ്ങഴിയാക്കണമെന്നാവശ്യപ്പെട്ടതിനായിരുന്നു അരുംകൊല. പോയിപ്പോയ ജീവിതങ്ങൾക്ക് പകരം സർക്കാർ കൊടുത്ത നഷ്ടപരിഹാരം കൊണ്ട് കുടിലുകൾക്ക് പകരം പലരും വീട് കെട്ടി. ഇന്നും ആർക്കും ഇവിടെ ഭൂമിയില്ല. ഗ്രാമത്തിൽ പട്ടിണി മരണമാണ്. പണിയില്ല, എടുത്താൽ കൂലിയുമില്ല. കർഷകനും കർഷക തൊഴിലാളിയും ഒരുപോലെ പട്ടിണിയാകുമ്പോൾ ഭൂമിഹാറും ദളിതനുമൊക്കെ വെറും ജാതി പിണക്കങ്ങളാകുന്നു. എങ്കിലും കാണാതെ വയ്യ. 58 പ്രാണനുകൾ പിടഞ്ഞു വീണ മണ്ണിൽ ഇന്നും ആരും ഉറങ്ങുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലും ജാതിപ്പകയുടെ വോട്ട് പെട്ടി രാഷ്ട്രീയത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സമർത്ഥമായി ഉപയോഗിക്കുമ്പോഴും ബീഹാറിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ദളിതന്റെ ഈ യാഥാർത്ഥ്യത്തെ, ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള പട്ടിണിയുടെ യാഥാർത്ഥ്യത്തെ വലിയൊരളവ് അവഗണിക്കുകയാണ്. ലക്ഷ്മൺപൂർ ബാത്തയിൽ നിന്നും ക്യാമറമാൻ മനോജ് പുതുപ്പാടിക്കൊപ്പം കെ മധു, അമൃത ന്യൂസ്.